ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ മില്ലൈറ്റ് ഫർണിച്ചറിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ സോഫാസിന്റെ തൊട്ട് മുമ്പത്തെ വീക്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. ഷോപ്പിന്റെ ലൊക്കേഷൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ട്. അതെ അതെ അതെ. ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെ നിന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോൾ ഒരു 3 കിലോമീറ്റർ മെഡിക്കൽ കോളേജിന്റെ വെള്ളിപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഹമ്പ് ചാടി ഒരു 350 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അവർക്ക് കോഴിക്കോടിൽ നിന്ന് വരുമ്പോൾ കാണാം മിൻലൈറ്റ് ഫർണിച്ചർ. ഇനിയിപ്പോൾ അത് മാവൂര് കുറ്റിക്കാട്ടൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ആ വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് മീഡിയ വണ്ണ് കഴിഞ്ഞിട്ട് ഒരു 350 മീറ്റർ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് മിൻലൈറ്റ് ഫർണിച്ചർ. വലിയ ബോർഡും കാര്യങ്ങളുണ്ട്, റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പൊ നമ്മള് നോക്കാൻ പോകുന്നത് ഇന്നിപ്പോ ബെഡിന്റെ അല്ല, കട്ടിലിന്റെ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കട്ടില്, മരത്തിന്റെ കട്ടിലൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള മോഡലുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോ ഇതിപ്പോ സ്റ്റാൻഡേർഡ് സൈസ് ആണ്. ഇതാണ് ക്വീൻ സൈസ് എന്ന് പറയുന്നത്. 6.5 ആ സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 75-60 എന്ന് പറയും. ഇതിപ്പോ സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. ഇതിപ്പോ കണ്ടില്ലേ, ഈ ഗ്രൂ ഒക്കെ കണ്ടില്ലേ, ഇത് സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരുപാട് വർക്ക് വേണ്ടെന്നുള്ളവര് നമ്മൾ ഇതാണ് അവർക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നതാണ് നമുക്കിതാ ഇതൊരു മോഡലാണ്. ബോർഡിന്റെ ഒക്കെ കട്ടില് വരുന്ന ഡിസൈനിന്റെ ആ ഒരു ടൈപ്പ് ആണല്ലോ. ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്. ഇതും 6.5 ഇതിന്റെയൊക്കെ ഫിനിഷിങ് ഉണ്ടല്ലേ, ഈ ഫിനിഷിങ്ങിന് പോളിഷിനുമാണ് നമുക്ക് പ്രൈസ് വരുന്നത്. മനസ്സിലായില്ലേ? 6000 രൂപ 7000 രൂപ റേറ്റിനൊക്കെ നമുക്ക് കട്ടിൽ കിട്ടും. പക്ഷെ ഇതിന്റെ ഫിനിഷിങ്ങിനാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഇത് കുറച്ച് ഗ്ലോസ് കൂടിയിട്ടുണ്ട്. ഇത് മാറ്റ് ഫിനിഷിൽ തന്നെ വാൾനട്ട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യയാണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു 10,500 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ പല പല മോഡലാണ്, എല്ലാത്തിനും പല പല പ്രൈസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒരു 3 ലൈൻ ഉള്ളൂ. ഇത് നമ്മൾ സെറ്റ് 6.5 ഇത് കുറച്ച് ഗ്ലോസി കൂടിയ ഒരു മോഡലാണ്. പിന്നെ ഇതിപ്പോ പുതിയ മോഡലാണ്, ഫോണൊക്കെ വെക്കാവുന്ന കുറച്ച് ഡിസൈനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള മോഡലാണ്. നമുക്ക് വേണമെങ്കിൽ ഫോണോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്നത്. ഇത് ജാളി കട്ടിങ് ആണ് വരുന്നത്. ഇപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഫോണ് കാര്യങ്ങൾ അങ്ങനെ മെഡിസിൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അല്ല ക്ലോക്ക് ടൈം പീസ് ഒക്കെ വെക്കാനുള്ള കറക്റ്റ് സ്പേസ് ആണ്. ഇല്ല, മെഷീൻ കട്ടിങ് ആണ്. പിന്നെ നമുക്ക് ഇത് വരുന്നത് ഇതൊക്കെ ഒരു എവർഗ്രീൻ മോഡലാണ്. ഇതൊരു ഒരു കള്ളിയുള്ള ഒരു മോഡലാണ്. ഇതിന്റെയൊക്കെ നമുക്ക് കാല് വരുന്നത് ലെഗിന് സൈസ് വരുന്നത് 3.5 കാല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു ഡിസൈനാണ്. ഇതൊരു വേവ് തിരമാല പോലെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. അതിന്റെ ചെറിയ സൈഡ് ആണെങ്കിലും ഫുള്ള് കട്ടിലിന്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു വേറെ മോഡലാണ്. ഇതാവുമ്പം ഒരു എന്താ പറയാ, ചെറിയ നമ്മൾ ജനലിലൊക്കെ ഒരു അഴി പോലത്തെ ഒരു മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ഫോറസ്റ്റ് അക്കേഷ്യ. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് തേക്കാണ് വരുന്നത്. ഇത് സിമ്പിൾ ഡിസൈൻ ആണ്. ഇത് തേക്കില് നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഇതൊരു കുഷൻ ടൈപ്പ് ആണ്. ഇത് നമുക്ക് ഇതിന്റെ ആ എൻഡ് ഒക്കെ കണ്ടില്ല, കെർവായിട്ട് വരുന്നത്. ആ എൻഡ് ഒക്കെ കെർവായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് കുഷൻ കട്ടിലാണ്. ഇത് 6.5 സൈസ് വരുന്നത്. അതിന്റെ ക്ലോത്ത് വരുന്നത് നമുക്ക് HR ക്ലോത്ത് ആണ് വരുന്നത്. ക്ലോത്തിൽ പിന്നെ കസ്റ്റമറിനെ ഏത് വേണമെങ്കിലും മാറ്റാം. പിന്നെ ഇത് വരുന്നത് നമുക്ക് തേക്കാണ്. അത് നാടൻ തേക്കിലാണ് വരുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ, ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്തൊരു മോഡലും കൂടെ ഉണ്ട്. ഇത് വേറെ ടൈപ്പ്. ഇതൊക്കെ ലോ ഫ്ലോർ ആണ് കേട്ടോ വരുന്നത്. ക്ലോത്തിന്റെ ഒക്കെ ലോ ഫ്ലോർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ കസ്റ്റമറിന് ഏത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വരുന്നത് ഇതുപോലെ 6.5 സൈസ് വരുന്നത്. 6.5 എന്ന് പറഞ്ഞാൽ കിങ് സൈസ് ആണ് വരുന്നത്. കട്ടിൽ 2 സൈസുകളുള്ളത്. ഒന്ന് ക്വീനും 2 കിങ്ങും. കിങ് ആണല്ലോ എപ്പോഴും വലുത്. അപ്പോൾ കിങ് സൈസ് ആണ് ഇത്. ഇതിന്റെ നമുക്ക് ബെഡ് സൈസ് പറയുകയാണെങ്കിൽ 75-72 75-72 ആണ് ഇതിന്റെ ബെഡ് സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ക്വീൻ സൈസ് ബെഡ് വരുന്നതുകൊണ്ട് കിങ് സൈസ് വരുന്നത്. അതിന് പറയുന്നത് ഡീലക്സും അങ്ങനെ ഓരോരോ മാറ്റങ്ങളുണ്ടല്ലോ. അതുപോലെയാണ്. അപ്പോൾ അത് കൺഫ്യൂഷനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ക്വീൻ സൈസ് എപ്പോഴും ചെറുതാണ്, കിങ് സൈസ് എപ്പോഴും വലുതാണ്.
കിങ് സൈസ് മെമ്പേഴ്സിന് ആ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കിങ് സൈസിൽ നമുക്കൊരു 3-4 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാൻ പറ്റും. ഇത് നമ്മൾ കിങ് സൈസ് കട്ടിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടിയും ഒരു പേരൻസും 2 പേർക്കും 3 പേർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ക്വീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. കിങ് സൈസിലേക്ക് വരുമ്പോൾ 2 കുട്ടി 2 പേരൻസ് 4 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് നല്ല കുറച്ച് വിശാലതയോട് കൂടി കിടക്കണമെങ്കിൽ കിങ് സൈസ് ആണ് എപ്പോഴും നല്ലത്. കാരണം വെച്ചാൽ ഈ സ്പേസ് ഉള്ള റൂമിലേക്ക് കസ്റ്റമർ എപ്പോഴും ചൂസ് ചെയ്യുവാണെങ്കിൽ കിങ് ആണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ റൂം സ്പേസ് ആണെങ്കിൽ കേട്ടോ. കാരണം വെച്ചാൽ ചെറിയ റൂമിൽ നമ്മൾ കിങ് സൈസ് കൊണ്ടിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ അലമാര വരാണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ വരാണ്ട്, സൈഡ് ബോക്സ് വരാണ്ട് കൺജസ്റ്റഡ് ആവും. അത് നമ്മൾ സ്പേസ് ഉള്ള റൂമാണെങ്കിൽ കിങ് സൈസ് എപ്പോഴും ചൂസ് ചെയ്യാവുള്ളൂ. കിങ് സൈസ് ചൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ ഫ്യൂച്ചറിലേക്കാണെങ്കിൽ ഒന്നും മാറ്റേണ്ട ആവശ്യം വരില്ല. ഇതിനൊക്കെ മെയിൻ പ്രശ്നം എന്താ പറയുക പോലെ നമുക്ക് ഈ സാധനമൊക്കെ ഇപ്പം മാറ്റണം എന്ന് വിചാരിച്ചാലും ഇതൊന്നും ഡംപ് ചെയ്യാനുള്ളത് ഭയങ്കര വലിയ വിഷയം. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിലും ആൾക്കാർ ചീപ്പായി പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ എപ്പോഴും ചെറിയ പ്രൈസിന്റെ മാറ്റമാണെങ്കിൽ പോലും കിങ് സൈസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കിത് 6.5-6 കട്ടിലാണ് വരുന്നത്. ഇതിന്റെ ലെഗിന്റെ കാലിന്റെ വണ്ണവും വീതിയൊക്കെ ഈ വണ്ണവും വീതിയൊക്കെ നമുക്ക് വരുന്നത് 4.4 ലെഗ് വരുന്നത്. പിന്നെ ഇതാ ജസ്റ്റ് ഒരു റൂട്ടർ നമ്മുടെ ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സെയിം സാധനം തന്നെ ഇത് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാട്ടോ. 3 സെയിം ഡിസൈനാണ്, ഒരു ഹോട്ടലിലേക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് നമുക്ക് തേക്കാണ്. ഈ തേക്കിന്റെ ഗ്രെയിൻസ് ഉണ്ടല്ലേ, ഈ ഗ്രെയിൻസ് വരച്ചതല്ല കേട്ടോ, ഇത് ഒറിജിനൽ തേക്കിന്റെ ഗ്രെയിൻസ് ആണ്. ഭയങ്കര ഫുള്ള് കാതലുള്ള സാധനമാണ് ഇത്. അതാണ് ഇത്രയും ഗ്രെയിൻസ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാനുള്ളത്. പോരാത്തതിന് ഇത് മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ നമുക്ക് ഇത് 6.4 ലോ ഫ്ലോർ കട്ടിൽ. ഇതിന് നമുക്കൊരു 20 എബവ് പ്രൈസ് വരും. പിന്നെ നോർമൽ കട്ടിലാണെങ്കിൽ ഒരു 13,500 ഒരു സ്റ്റാർട്ടിങ് ആണ് കിങ് സൈസ് ഒക്കെ. പിന്നെ അതെ 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 ഇതാവുമ്പം റെക്സിൻ വരുന്നതാണ്. ലോ ഫ്ലോർ ആണ്. ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു കളർ ചേഞ്ച് ആണ്. പിന്നെ ഇതൊക്കെ സിമ്പിൾ ഡിസൈൻസ് ആണ്. പിന്നെ ഇത് വേറൊരു ഡിസൈൻ ആണ്. പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും. പിന്നെ ഇതിനകത്തേക്ക് മാറ്റം എന്താ വെച്ചാല് ഇക്ബാലെ, നമുക്ക് കസ്റ്റമർ ഏത് സാധനമായിട്ട് വന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് യൂണിറ്റ് ഉള്ളത് കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആർക്കിടെക്ട്സ് ഒക്കെ ആണല്ലോ ഇപ്പൊ കൂടുതലും പിന്നെ സാധനങ്ങള് ഡിസൈൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവരങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഡിസൈനിൽ പോയി കഴിഞ്ഞാല് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം. ആ ഒരു കൺസെപ്റ്റ് കണ്ടിന്യൂ. അപ്പോൾ ഇതിപ്പോ ഞാനൊന്ന് പർച്ചേസ് ചെയ്ത് ഇതുപോലെ വേറൊന്ന് പർച്ചേസ് ചെയ്ത് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ ആ ഒരു തീമിന്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് അവർ കർക്കശം പിടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അവർ താമസിക്കാൻ പോകുന്ന വീടൊന്നും അല്ലല്ലോ. അപ്പൊ അവർക്ക് ആ ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ ഔട്ട്പുട്ട് ഫൈനലിലേക്ക് വരുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കസ്റ്റമറിനെ കിട്ടണം. ഇത് ആരൊക്കെ പർച്ചേസ് ചെയ്യാലും ലാസ്റ്റ് കസ്റ്റമർ ചോദിക്കുക നിങ്ങൾക്ക് ഇത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു മാറ്റം. അപ്പം നമുക്ക് പിന്നെ നമ്മൾ പ്രീമിയം സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുള്ളൂ. എല്ലാവരെ കൊണ്ടും അഫോർഡബിൾ അല്ല. അപ്പം നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് ആർക്കിടെക്ട്സ് ആയിട്ടാണെങ്കിലും നമുക്ക് സാധനം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മെലാമിൻ പോളിഷ് വരുന്നത്. ഇത് മെലാമിൻ പോളിഷാണ്. PU പോളിഷ് ആകുമ്പോൾ കുറച്ചും കൂടെ പ്രീമിയമാണ്. മാറ്റായിട്ട് ചെറിയൊരു ഗ്ലോസി ഉണ്ടാവും. ഈ PU പോളിഷിന്റെ ഞാനൊരു സാധനം കാണിച്ചത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഷെയർ ചെയ്തിട്ടുണ്ട്. തുടങ്ങിയില്ലേ? ഇതുണ്ടല്ലോ ഇക്ബാലെ, ഈ ഒരു ഫിനിഷിംഗ് അല്ലേ, ഇതാണ് PU പോളിഷ് വരുന്നത്. ഈ PU പോളിഷ് കണ്ടില്ലേ, ഇത് ഫ്രെയിം ഫുള്ള് വുഡിലാണ് വരുന്നത്. നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ ഈ PU പോളിഷിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ലോങ് അതിന്റെ പോളിഷ് മങ്ങിപ്പോകില്ല. പിന്നീട് ഒരു പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ PU പോളിഷിന്റെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് നമുക്ക് ഈ ഒരു ചെയർ ചെയ്യാൻ ഒരു 1,500-2,000 മാറ്റം വരും PU പോളിഷിൽ ചെയ്യുമ്പോൾ. PU പോളിഷ് അത്ര കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു ബാർ ചെയർ ചെയ്തേക്കുന്നത്. ഇതിപ്പോ ബാർ ചെയറാ. ഇതൊന്ന് പൊക്കി നോക്കി ഇക്ബാല്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇതിന്റെ വീഡിയോ ചെയ്യാട്ടോ. അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ മാർബിൾ എല്ലാം ഉണ്ട്. നമുക്ക് അതിന്റെ വീഡിയോയും ചെയ്യാം. ഇതാണ് കണ്ടില്ലേ,
ഇതൊക്കെ ഫുള്ള് പി പോളിഷ്. നമ്മൾ ഇത് അത്ര കെയർ ചെയ്തിട്ടാട്ടോ ഇത് സാധനം ഫുള്ള് പാക്ക് ചെയ്താ. കാരണം ഇത് കണ്ടില്ലേ, ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഇത് മഹാഗണിയാണ്. ഡെലിവറി പോകണ്ടാണോ? അല്ല, ഇത് നമുക്ക് വെനസ്ഡേ പോകുന്നത്. ആ, അപ്പം മഹാഗണിയിലാണ് നമുക്കിത് കൂടുതലും ചെയ്യാം. പിന്നെ നമുക്ക് തേക്കിലും ചെയ്യാൻ പറ്റും. എല്ലാവരെ കൊണ്ട് അഫോർഡബിൾ അല്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതിലാണെങ്കിലും ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ബഡ്ജറ്റിലും ചെയ്തു. പ്രീമിയം വരെ നമുക്ക് ഇനിയിപ്പോ നമുക്ക് അതല്ല ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കണക്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? കസ്റ്റമറിന് ഏതാണോ സാധനം വേണ്ട നമുക്ക് ഫോട്ടോ ആയിട്ട് വന്നാൽ മതി, സാധനം നമുക്ക് ചെയ്തു കൊടുക്കാം. അതെ. പിന്നെ നമുക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, നമുക്ക് ദുബായ്, അങ്ങനെ ഈ ബഹ്റിൻ, ഖത്തർ, അങ്ങനെ ഒരുപാട് GCC കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് കോള് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുക, അവർക്കൊന്നും ഇവിടെ ഡയറക്റ്റ് വരാൻ പറ്റില്ല. എനിക്ക് ലാസ്റ്റ് ടൈം നമുക്ക് തലശ്ശേരിയുള്ള ഒരു ആസിഫ് എന്ന് പറഞ്ഞ കസ്റ്റമർ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്താ വെച്ചാൽ അവർ എൻ്റെ അടുത്ത് നിന്ന് ഒരു 3.5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്ത് അവർ ഇതേവരെ എന്നെ കണ്ടിട്ടില്ല. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമുക്കൊക്കെ തരുന്നത്. അവർ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. മൂപ്പര് ഹൗസ് വാമിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ നേരിട്ട് ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും, നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നെങ്കിൽ പുള്ളി നമ്മളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ. തമിഴ്നാടിൽ ഒരു കസ്റ്റമർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കസ്റ്റമർ ഇതുവരെ കണ്ടിട്ടില്ല. അത് തമിഴ്നാടല്ല, സോറി, കർണാടക. മൂപ്പര് ഫോട്ടോ അയച്ചു കൊടുത്ത് അപ്പൊ തന്നെ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ, എനിക്ക് അപ്പൊ തന്നെ ഫണ്ട് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് വണ്ടിക്കാരന്റെ പേയ്മെന്റ് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ട്രസ്റ്റ് ആണ് ഇത്. നമ്മളാ ഒരു ട്രസ്റ്റിൽ അവരായിട്ട് ബിൽഡ് ചെയ്തൊന്നുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ഇതിന്റെ അകത്തേക്ക് ഒരു ബേസിക് റൂൾ എന്താ പറയുക, നമുക്ക് ആരെയും പറ്റിച്ചിട്ട് 1 രൂപ വേണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ പറ്റിച്ചിട്ട് നമുക്ക് 1 രൂപ വേണം. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടാവില്ല. അധ്വാനിച്ച് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, അതാണ് നമ്മളെ പഠിപ്പിച്ചേക്കണേ വീട്ടിൽ നിന്ന്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ചില PU പോളിഷ് ഇതാണ്. അപ്പം പിന്നെ നമുക്ക് കുറച്ച് കട്ടിലും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പിന്നെ ഇതാണ് നമുക്ക് ഈ കട്ടിലുകൾ, ഈ സിംഗിൾ ഒരാൾക്ക് കിടക്കാൻ, 2 ആൾക്കൊക്കെ കിടക്കാനുള്ള സൈസ്. ഇത് 6.3 സൈസ് വരുന്നത്, ഏറ്റവും ചെറിയ സൈസ്. പിന്നെ നമുക്ക് ഇത് വരുന്ന 6.4 ആണ്. 6.4. പിന്നെ ഇത് വേറെ കട്ടിലിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ. ഇതൊക്കെ വേറെ ഡിസൈൻസ് ആണ്. തേക്കിലാണ് വരുന്നത്. പിന്നെ അത് ബോക്സും അല്ലാത്തൊക്കെ ഒരുപാട് നമുക്ക് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കട്ടിലെ ലെഗുകളാട്ടോ. ഇതൊക്കെ കട്ടിലെ നമുക്ക് ലെഗുകളാണ്. അതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചാൽ അതിന്റെ ബേസുകളാണ്. പിന്നെ അതിന്റെ ലെഗ് സൈഡുകളാണ്. ഈ ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങിലാട്ടോ നമ്മൾ ചെയ്യാം. അതിന്റെ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും ലെഗും വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന 2 അലമാരയും കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പുതിയ വന്നു നമുക്ക് 4 ഫീറ്റിന്റെ 2 ഡോർ അലമാര. ഇത് അക്കേഷ്യാണ് വരുന്നത്. പിന്നെ ഫിനിഷിങ് ഉണ്ടല്ലേ, ഈ ഒന്ന് തൊട്ട് നോക്കിയേ. ഇതാണ് പേപ്പറിന്റെ ഫിനിഷിങ് വരുന്നത്. ഇതാണ് പക്ക ഫിനിഷിങ് വരുന്നത്. ഫിനിഷിങ് നമുക്ക് കുറച്ച് ഇതിന്റെ പോളിഷോ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് ചെയ്യാം, പൈസ കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും, ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും, ഒരു ഡ്രോവർ ഉണ്ടാവും. ഇനി നമ്മളെല്ലാ സാധനത്തിലും ചെയ്യുമ്പം കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ പറയാറുണ്ട് ഇവിടെ ഒരു തട്ടും കൂടെ ഉണ്ടാവും, ഇവിടെ ഒരു തട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഇത്രയും ഹൈറ്റിൽ സാധനം വെക്കുമ്പോൾ മറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എല്ലാത്തിന്റെ അടിയിൽ നമുക്ക് പുതിയ തട്ടുകളായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് 2 ഡോർ ആണ്. ഇതിന്റെ 3 ഡോർ ഉണ്ട്, 4 ഡോർ ഉണ്ട്. 4 ഡോർ 3 ഡോർ ഒക്കെ അല്ല, 3 ഡോർ നമുക്ക് 5 ഫീറ്റാണ് വരുന്നത്. 4 ഡോർ ആകുമ്പോൾ നമുക്ക് 6 ഫീറ്റാണ് വരുന്നത്. ഇത് നമുക്കൊരു 16 സംതിങ് ഒക്കെ 2 ഡോറിന് വരിക. 2 ഡോറ് മാർക്കറ്റിൽ 12,000 തൊട്ട് കിട്ടാനുണ്ട്. നമ്മളത് ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുമ്പോൾ വൃത്തിയുള്ള സാധനം ചെയ്യാന്നുള്ളൂ. ഇനി പിന്നെ ഞാനിപ്പോൾ ഇൻഷാല്ലാ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിലേക്കാണ്. ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അലമാര, മനസ്സിലായില്ലേ? ഇനി അതൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക്. എന്താ വെച്ചാൽ ഈ ഒരു അലമാര ബൈ ചെയ്യുമ്പോൾ കസ്റ്റമർ ഇപ്പോൾ നാളെ മാറ്റണം, വേറെ റൂമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വീട് മാറുമ്പോഴേക്ക് ഇത് ഭയങ്കര പ്രശ്നമാകും. പിന്നെ അതുപോലെ ഇനി ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കുള്ള പർച്ചേസ് ആയിരിക്കും കസ്റ്റമർ പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മോഡൽ മാറും, ഡിസൈൻ മാറും. ഇപ്പൊ ഞാൻ ഒരു കൊറോണയുടെ മുന്നേയും കൊറോണയുടെ ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മനസ്സിലായില്ല? അതുപോലെ തന്നെ അപ്പം ഇനി ഉള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഒരു 5 വർഷമോ 10 വർഷമോ
ആ ഒരു രീതിയിലേക്കുള്ള ക്വാളിറ്റിയിലും ബാക്കിയുള്ള സാധനത്തിലൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റണം. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്ത് സാധനമാണെങ്കിലും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു സ്റ്റഡി ടേബിൾ, ഒരു പോർട്ടബിൾ സ്റ്റഡി ടേബിൾ അതിപ്പോ നമുക്ക് സാധനം വരാനുണ്ട്. അങ്ങനെ ഒരു 3-4 മോഡലും കൂടെ വരാനുണ്ട്, പല സാധനങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണിക്കാം. അപ്പം ഇനിയുള്ള നമ്മൾ ഫ്യൂച്ചറിലേക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇനി കൂടുതലും പോവുക. അപ്പൊ നമ്മളിനി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അതിലേക്ക് തന്നെ പതിയെ നമ്മൾ മാറും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർക്ക് പക്ഷെ ഇത് ഇഷ്ടമായിട്ടുള്ളവർക്കുണ്ട്, ഇത് ഇഷ്ടമായിട്ടുള്ളവർക്ക് ഇത് കൊടുക്കും. ഒരു 2 പോർഷൻ പോലെ ഓരോരുത്തർക്ക് താല്പര്യമുള്ള സാധനം താല്പര്യമുള്ള രീതിയിലേക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി അപ്പോ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമുക്ക്, മിൻലൈറ്റ് ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞ പേരിലുണ്ട്. ഇനി എൻ്റെ പേരാണ് മൂസിൻ മിൻലൈറ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, പിന്നെ യൂട്യൂബിൽ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കാണുക. ഇനി എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. അപ്പം പിന്നെ ഇക്ബാലാണ് നമ്മുടെ മെയിൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കൂടുതൽ മോഡൽസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. ഗുഡ് ബൈ.